എൻ്റെ പേര് മെഹ്റീൻ. ഞാൻ ജാമിയ മില്ലിയ ഇസ്ലാമിയയില് BArch ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ആൻഡ് ആർക്കിടെക്ചറിനെ പറ്റി പറയുമ്പോൾ അവിടെ ജാമ്യയിലേക്ക് നാറ്റ എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷന് ക്ഷണിക്കുന്നത്. അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, BArch റെഗുലറും BArch സെൽഫ് ഫിനാൻസും ആയിട്ട്. ഇയർലി എക്സാം കൊണ്ടുവരുന്ന ഒരു 5 ഇയർ കോഴ്സാണ് ആർക്കിടെക്ചർ. നമുക്ക് രണ്ട് ഈ ഓപ്ഷൻസിലേക്കും 40 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടൽ ആയിട്ട് 40 BArch റെഗുലറിലേക്ക് 40 ആൻഡ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് 40 ആയിട്ട് ടോട്ടൽ 80 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഫീ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ റെഗുലർ ബാച്ചിന് 19K സംതിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ SFSനാണെങ്കിൽ 87 സംതിങ് വരുന്നുണ്ട്. കഴിഞ്ഞ ഇയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ പറയുമ്പോൾ നാറ്റ സ്കോർ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 2 വർഷത്തെ കട്ട് ഓഫ് 2023 ജനറലിന്റെ കേസിൽ ഡേയിൽ 124ഉം SFS 120 ആണ്. ഈ മുസ്ലിം കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ഡേ 123ഉം SFS 116 ആണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് 2024 വരുന്നത് ജനറൽ 155 ആണ് ആൻഡ് SFS 152. മുസ്ലിമിന്റെ കേസിൽ 151 ആൻഡ് 146 ആണ്. അപ്പൊ അത് ഇയർലി അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അലോട്ട്മെന്റ് വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാവും അനുസരിച്ചിട്ട് നമ്മുടെ കട്ട് ഓഫിൽ മാറ്റം വരുന്നുണ്ട്. ആൻഡ് പിന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാൽ നമ്മള് ആർക്കിടെക്ചർ കോഴ്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് PCM അഥവാ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് 50% അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ +2 ഓവറോൾ മാർക്കും 50% ഉണ്ടായിരിക്കണം. ഇനി ഡിപ്ലോമന്റെ കേസിലാണെങ്കിൽ മാത്സ് കമ്പൽസറി സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അപ്ലിക്കേഷൻ ജാമ്യക്ക് അപ്ലൈ ചെയ്യുന്നതിന്റെ ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നാറ്റയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ പിന്നെ ജാമ്യക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ നാറ്റയുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുക. ആൻഡ് പിന്നെ ഇനി നാറ്റ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം മാർച്ച് ടു ജൂൺ എല്ലാ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നമുക്ക് കഴിയുന്ന ഡേറ്റുകൾ സെലക്ട് ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റും. ഒരു വർഷത്തിൽ 3 പ്രാവശ്യമാണ് എക്സാം എഴുതാൻ പറ്റുക. ആൻഡ് കഴിഞ്ഞ വർഷത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ വാലിഡിറ്റി 2 വർഷമായിരുന്നു ഉണ്ടായിരുന്നത്. അത് 2024 എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അവരുടെ ആ സ്കോർ 2 വർഷം വാല്യുബിൾ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം എഴുതിയ ആളുകൾക്ക് ഇപ്രാവശ്യം അവരുടെ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിൽ വീണ്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്രാവശ്യം ഒരു ഫസ്റ്റത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്ത് കുട്ടിയാണെങ്കിൽ അപ്പോൾ 2024 ബെസ്റ്റ് സ്കോറും ഈ വർഷത്തെ സ്കോറും കമ്പയർ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോർ ആയിരിക്കും അവരെടുക്കുക. ഇനി ഇപ്രാവശ്യം 2 അറ്റംപ്റ്റും ചെയ്ത ആളാണെങ്കിൽ ഈ 3 സ്കോറും വെച്ചിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് സ്കോർ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. ആൻഡ് ഇപ്രാവശ്യത്തെ 3 എക്സാമും അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2024 മാർക്ക് നമ്മൾ നോക്കൂല. കാര്യങ്ങൾക്കാണെങ്കിൽ നാറ്റിന്റെ സൈറ്റിൽ കയറി നാറ്റിന്റെ ബ്രോഷറിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ആൻഡ് പിന്നെ നാറ്റ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 2 പാർട്ടായിട്ടായിരിക്കും നാറ്റ എക്സാം ഉണ്ടാവുക. ഫസ്റ്റ് പാർട്ട് ഡ്രോയിങ് പാർട്ടും പിന്നെ ആപ്റ്റിറ്റ്യൂഡ് പാർട്ടും 90 മിനിറ്റ്സ് രണ്ടും അങ്ങനെ വരുന്ന 2 പാർട്ടായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഡ്രോയിങ്ങിൽ വീണ്ടും സെപ്പറേറ്റ് 3 ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലും അതുപോലെ 2 പാർട്ടായിട്ട് MCQ അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നോൺ കൗണ്ടബിൾ ക്വസ്റ്റ്യൻസും ആയിട്ടുണ്ടാവും. അത് ടോട്ടല് ഡ്രോയിങ്ങിന് 80 ആൻഡ് ആപ്റ്റിറ്റ്യൂഡിന് 120 ആയിട്ട് ടോട്ടൽ ഔട്ട് ഓഫ് 200 ആയിരിക്കും മാർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ. ആൻഡ് നാറ്റയില് ടോപ്പിക്കുകൾ വരുന്നത് നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റി അഥവാ അരിത്തമെറ്റിക്സ്, ബേസിക് മാത്സ്, ലൈക്ക് ഈ ക്ലോക്ക്, കലണ്ടർ അങ്ങനെ തുടങ്ങി ബേസിക് മാത്സ് ആയിരിക്കും നമുക്ക് ടോപ്പിക്കിൽ വരുന്നുണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ ആർക്ക് അവയർനെസ്സിൽ ആർക്കിടെക്ട്സ്, ബിൽഡിംഗ് മെറ്റീരിയൽസ് അങ്ങനെ തുടങ്ങി ആ ഒരു ഇതിലും വരുന്നുണ്ടാവും. ദെൻ GK, കറന്റ് അഫയേഴ്സ്, ലാംഗ്വേജ് തുടങ്ങി നോൺ വെർബൽ റീസണിങ്, പിന്നെ ഡ്രോയിങ് അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും നമ്മുടെ ടോപ്പിക് വൈസ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്താ പറയുക നമ്മൾ ഈ നോൺ വെർബൽ അതുപോലെ തന്നെ അരിത്തമെറ്റിക്സ് ഇതിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആൻസർ ചെയ്ത് പോകുന്നത് ഭയങ്കര ഒരു ബെറ്റർ ചോയ്സ് ആണ്.
ആൻഡ് അതിന്റെ കൂടെ തന്നെ GK കറണ്ട് അഫയേഴ്സ് ഒക്കെ അത് പിന്നെ നമ്മൾ നോർമൽ കേസിൽ നോക്കുന്ന പോലെ തന്നെ അങ്ങനെ പോവുക. ആൻഡ് ലാംഗ്വേജും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ആൻഡ് ഡ്രോയിങ്ങിന്റെ കേസ് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷം, അതായത് 2023 ആ ഒരു സമയമൊക്കെ ഡ്രോയിങ് നമുക്ക് എക്സാമിൽ ഇല്ലായിരുന്നു. അപ്പോ അതിന് ശേഷമാണ് ഇത് കോവിഡ് സമയം കഴിഞ്ഞ് തിരിച്ചു വന്നത് 2024 സോ അപ്പോൾ അതിലും ഡ്രോയിങ്ങിന്റെ ഭാഗത്തും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഏറ്റവും നന്നാവുക. ഇതിൽ ഏറ്റവും വലിയ നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ഡ്രോയിങ് ആണെങ്കിലും ബൈ പ്രാക്ടീസ് ഓരോ ക്വസ്റ്റ്യൻസും ഇങ്ങനെ സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിൽ ഈ ഡ്രോയിങ്ങിന്റെ പാർട്ട് പറയുമ്പോൾ നമുക്ക് 3 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അത് 3 കോമ്പോസിഷൻ ആണ്. ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ കോമ്പോസിഷൻ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഒന്ന് 3D മോഡൽ ഉണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലതും ബൈ പ്രാക്ടീസ് ആണ് നമുക്ക് ഇതൊക്കെ റെഡി ആക്കി എടുക്കാൻ പറ്റുക. ആൻഡ് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ബാക്കി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഹെൽപ്ഡെസ്കുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.